യെശയ്യാവ് അധ്യായം 20. അശൂർ രാജാവായ സർഗോൻ്റെ കൽപ്പന പ്രകാരം തർത്താൻ അഷ്ദോദിലേക്ക് ചെന്ന് അഷ്ദോദിനോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച ആണ്ടിൽ ആ കാലത്ത് തന്നെ യഹോവ ആമോസിൻ്റെ മകനായ യെശയ്യാവോട്, നീ ചെന്ന് നിന്റെ അരയിൽ നിന്ന് രട്ടുശീല അഴിച്ചു വച്ച് കാലിൽ നിന്ന് ചെരുപ്പും ഊരിക്കളക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്ത് നഗ്നനായും ചെരുപ്പിടാതെയും നടന്നു. പിന്നെ യഹോവ അരുളി ചെയ്തത്, എൻ്റെ ദാസനായ യെശയ്യാവ് മിസ്രയീമിനും കൂശിനും അടയാളവും അത്ഭുതവും ആയിട്ട് 3 സംവത്സരം നഗ്നനായും ചെരുപ്പിടാതെയും നടന്നതുപോലെ അശൂർ രാജാവ് മിസ്രയീമിൽ നിന്നുള്ള ബദ്ധന്മാരെയും കൂശിൽ നിന്നുള്ള പ്രവാസികളെയും ആബാലവൃദ്ധം മിസ്രയീമിൻ്റെ ലജ്ജയ്ക്കായിട്ട് നഗ്നന്മാരും ചെരുപ്പിടാത്തവരും ആസനം മറയ്ക്കാത്തവരും ആയി പിടിച്ചു കൊണ്ടുപോകും. അങ്ങനെ അവർ തങ്ങളുടെ പ്രത്യാശയായിരുന്ന കൂശും തങ്ങളുടെ പുകഴ്ചയായിരുന്ന മിസ്രയീമും നിമിത്തം ഭ്രമിച്ച് ലജ്ജിക്കും. ഈ കടൽക്കരയിലെ നിവാസികൾ അന്ന് അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ സഹായത്തിനായി നാം ഓടിച്ചെന്നിരുന്ന നമ്മുടെ പ്രത്യാശ ഇങ്ങനെയായല്ലോ, ഇനി നാം എങ്ങനെ രക്ഷപ്പെടും എന്ന് പറയും.